ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് ശ്രദ്ധിച്ച് അല്ലാഹു തആല കാര്യം മനസ്സിലാക്കാൻ എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മബ്റൂറായ ഹജ്ജ്, മഖ്ബൂലായ ഹജ്ജ്. മഖ്ബൂലും മബ്റൂറും ഹജ്ജ് വേണമെന്ന് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഈ മഖ്ബൂലും മബ്റൂറും എവിടെയാ ഉള്ളത്? ഇത് മക്കയിലൊന്നും അല്ല ഉള്ളത്, ഇത് മദീനയിലും ഉള്ള കാര്യമല്ല. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജാക്കണേ എന്ന് ദുആ ചെയ്യുമ്പോ ഓർക്കണം സഹോദരങ്ങളെ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഏതൊരു ഹാജി നാട്ടിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നുവോ ഈ നാട്ടിൽ വെച്ച് തന്നെയാണ് അള്ളാഹു തീരുമാനമെടുക്കുന്നത്. അവന്റെ ഹജ്ജ് മഖ്ബൂലാണോ അതല്ല മബ്റൂറാണോ, അവന്റെ ഉംറ മഖ്ബൂലാണോ അതല്ല മബ്റൂറാണോ എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹു ഈ നാട്ടിൽ വെച്ച് തന്നെയാണ്. എന്താണ് മഖ്ബൂലിന്റെ അടയാളം? എന്താണ് മബ്റൂറിന്റെ അർത്ഥം? മഖ്ബൂൽ എന്ന് പറഞ്ഞാൽ ഹലാലായ സമ്പാദ്യം കൊണ്ട് ഹജ്ജിന് പോകുന്നതിനാണ് മഖ്ബൂൽ എന്ന് പറയുക. ഇത് മക്ക കിട്ടുന്ന സാധനമാണോ? ഹലാലായ പൈസ, പലിശയും ആകാൻ പാടില്ല, പണയം വെച്ച പൈസയും ആകാൻ പാടില്ല. ഹലാലായ പൈസ, ശുബ്ഹത്ത്, ഒരു അവ്യക്തതയും ഒരു ശുബ്ഹത്തും ഒരു സംശയമുള്ള പൈസ ആകാൻ പാടില്ല. ഹലാലായ പൈസ, ശുദ്ധ ഹലാലായ പൈസ. ഈ ഹലാലായ പൈസ കൊണ്ട് ഹജ്ജിന് പോകുമ്പോൾ ആ വാഹനത്തിൽ കയറുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അല്ലാഹുവേ, പാവങ്ങൾ ചെയ്ത മനസ്സുമായി നിന്റെ വീട്ടിലേക്ക് നാട്ടിലേക്ക് പുറപ്പെട്ടു വരികയാണ് റബ്ബേ. അല്ലാഹുവേ, അതിനുവേണ്ടി വാഹനത്തിൽ കാലെടുത്ത് വെച്ച ഈ പാവപ്പെട്ട ഭാവി റബ്ബേ, എന്റെ വിളിക്ക് നീ ഉത്തരം നൽകണേ അല്ലാ എന്ന് ഏതൊരു ഹാജി ഈ നാട്ടിൽ വെച്ച് വാഹനത്തിൽ കയറുമ്പോ തൽബിയത്ത് ചൊല്ലുമ്പോ അവന്റെ ഹജ്ജ് കബൂലായി എന്നതിന്റെ തെളിവ് ആകാശത്ത് നിന്ന് വിളിച്ചു പറയുമത്രേ, ലബ്ബൈക സഅദൈക ഹജ്ജുക മബ്റൂറുൻ വ മഖ്ബൂൽ. നിന്നെ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു, നിന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. കാരണം നിന്റെ സമ്പത്ത് ഹലാൽ, നിന്റെ വരവ് ഹലാൽ. അതുകൊണ്ട് അല്ലാഹു നിന്റെ ഹജ്ജ് സ്വീകരിച്ചിരിക്കുന്നു എന്ന് വാനലോകത്ത് നിന്ന് മാലാഖമാര് വിളിച്ചു പറയുമത്രേ. ഔവ്യക്തത നിറഞ്ഞ സമ്പത്തുമായി, പലിശയുടെ അംശമുള്ള സമ്പത്തുമായി, ഹറാമിന്റെ അല്പമെങ്കിലും സമ്പത്തുമായി ഏതൊരാൾ ഹജ്ജിന് പോകുന്നുവോ അവൻ വാഹനത്തിൽ കയറിയിട്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറയുമ്പോ ആകാശത്ത് നിന്ന് വിളിച്ചു പറയുകയാ, ലാ ലബ്ബൈക വലാ സഅദൈക സാദുക ഹറാം വമത്അമുക ഹറാം വമശ്റബുക ഹറാം വമൽബസുക ഹറാം. നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയില്ല, നിന്റെ വാക്ക് അല്ലാഹു സ്വീകരിക്കുകയില്ല, നിന്റെ യാത്രയെ അല്ലാഹു അംഗീകരിക്കുകയില്ല. കാരണം നിന്റെ സമ്പത്ത് ഹറാം, നിന്റെ വസ്ത്രം ഹറാം, നിന്റെ സമ്പാദ്യം ഹറാം. ഹജ്ജുക മർദൂദ്, നിന്റെ ഹജ്ജ് നിനക്ക് തിരിച്ചു തള്ളപ്പെട്ടിരിക്കുകയാണ്, അത് അല്ലാഹു സ്വീകരിക്കുകയില്ല. നീ ഇങ്ങോട്ട് വെറുതെ വന്നിട്ട് പോകാമെന്നല്ലാതെ മറ്റു വഴിയൊന്നുമില്ല. ആകാശത്തെ വിളിച്ചു പറയും മഖ്ബൂലല്ലാത്ത ഹജ്ജ് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. സമ്പത്ത് സൂക്ഷിച്ചിട്ട് ഹലാലായ സമ്പത്ത് കൊണ്ട് പോകണം. മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്തിട്ട് മടങ്ങി വന്ന സഹോദര നാട്ടിൽ വന്ന് 40 ദിവസം ദാടിയും വെച്ചുകൊണ്ട് നടക്കും, തൊപ്പിയും വെച്ചുകൊണ്ട് നടക്കും. 40ാമത്തെ ദിവസം കഴിയുമ്പോ പെതുക്കെ തൊപ്പി എടുത്ത് മാറ്റിയിട്ട് ലേസ് കെട്ടും. പിന്നെയും 10-20 ദിവസം കഴിയുമ്പോ ലേസ് എടുത്ത് മാറ്റിയിട്ട് ക്യാപ്പ് വയ്ക്കും. പിന്നെ ഒരു 20 ദിവസം കഴിയുമ്പോ ആ ക്യാപ്പും എടുത്ത് മാറ്റും. നീളം കൂടിയ താടി വെട്ടിക്കുറയ്ക്കും. പിന്നെ ഡ്രില്ല് ചെയ്യും. പിന്നെ ആ ഡ്രിമ്മിന്റെ എണ്ണം കുറയ്ക്കും. അവസാനം ഒരു 6 മാസം കഴിയുമ്പോ വടിച്ചു കളയും. കോയാക്കുട്ടി ഹാജിയാരെ, നിങ്ങളിപ്പോ വെറും ഒരു കോയമായി മാറിയല്ലോ. എല്ലാം വടിച്ച് ക്ലീൻ ചെയ്ത് ഹാജിയാരാ, ഹാജി ഹാജി വലിയ ഹാജി. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? കബൂലല്ലാതെ അർത്ഥം, കബൂലായിട്ടില്ലാതെ അർത്ഥം. ഹജ്ജ് ചെയ്ത ഒരു സഹോദരൻ മടങ്ങി വന്ന് മരിക്കുന്നത് വരെ അല്ലാഹയെ ഭയന്ന് ജീവിക്കുന്നവനായി മാറിയാൽ, ഇസ്ലാമിന്റെ ശിയാറുകളോട് കൂടി അവൻ ജീവിച്ചാൽ അവന്റെ ഹജ്ജാണ് മബ്റൂറായ ഹജ്ജെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യക്തമാക്കി മഖ്ബൂലും മബ്റൂറും എന്താണെന്ന് മനസ്സിലാക്കി തരുന്നു.
ഇതാണ് മഖ്ബൂലുൻ മബ്റൂർ. ഇത് മക്കയിലും മദീനയിലും അവിടുത്തെ സൂക്കിലും അവിടുത്തെ പിന്നെ ഇവിടെ കിട്ടുന്ന കാര്യമല്ല. നമ്മൾ വിചാരിക്കും മഖ്ബൂൽ സഫാട മോളിലും മബ്റൂർ മർവാട മോളിലും കിട്ടുന്ന സാധനമാണ്. അത് ഇനി മേടിച്ചുകൊണ്ട് വേണം ഇവിടെ വരാൻ. അത് രണ്ട് രൂപത്തിൽ അള്ളാഹ് ആക്കി തന്നിരിക്കുക. ഒന്ന് ഈത്തപ്പഴത്തിന്റെ രൂപത്തിലും ഒന്ന് സംസം വെള്ളത്തിന്റെ രൂപത്തിലും. അപ്പൊ ഈ സംസം വെള്ളം ഈത്തപ്പഴം ഒരാൾക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ ഓന്റെ ഹജ്ജും മഖ്ബൂലും മബ്റൂറുമായി. ഇവിടെ വന്നിട്ട് ചീത്ത വിളിക്കുക, ഇവിടെ വന്നിട്ട് ആക്ഷേപം പറയുക, ഇവിടെ വന്നിട്ട് പരിഹസിക്കുക, ഇവിടെ വന്നിട്ട് മറ്റൊരാളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുക, അവനെ വെറുപ്പോടെ കാണുക, അവനോട് നല്ല നിലയിൽ പെരുമാറാതിരിക്കുക. ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഹാജിയാവുകയില്ല. കേവലം അവൻ നാമധാരിയായ ഹാജി മാത്രമാ. അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാ, 3 പേരാണ് ഹജ്ജിന് വേണ്ടി വിളിക്കുന്നത്. 3 പേരാണ്. ഒന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, 2 മലക്കുൽ മൗത്ത്, 3 പിശാചുൽ ലഈൻ. 3 പേരാ ഹജ്ജിന് ഉംറയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. 3 പേര്. ഒന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരെ ഹജ്ജിന് വേണ്ടി വിളിക്കുന്നുവോ അവർ പോയി ഹജ്ജ് ചെയ്തിട്ട് അല്ലാഹയെ പേടിച്ച് ഹലാലായ സമ്പാദ്യം കൊണ്ടുപോയി ഹജ്ജ് ചെയ്തിട്ട് അവർ മടങ്ങി വന്നിട്ട് മരിക്കുന്നത് വരെ അല്ലാഹയെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഹാജി ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, ഈ ഹാജിയെ വിളിച്ചത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. അദ്ദേഹത്തിന്റെ ഹജ്ജ് കബൂലായി എന്നതാണ് അതിന്റെ തെളിവ്. രണ്ടാമതൊരു കൂട്ടർ ഹജ്ജിന് വേണ്ടി പോകും. ഹജ്ജിന് വേണ്ടി ഹലാലായ സമ്പാദ്യവുമായി പോയിട്ട് ആ പരിശുദ്ധമായ മക്കയിലോ മദീനയിലോ അല്ലെങ്കിൽ ഹജ്ജിന്റെ യാത്രയിലോ എവിടെയെങ്കിലും വെച്ച് മരണം സംഭവിക്കും. അങ്ങോട്ട് പോയിട്ട് അവിടെ അടക്കം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലാണെങ്കിൽ ഓർത്തുകൊള്ളണം, ഈ വ്യക്തിയെ വിളിച്ചത് മലക്കുൽ മൗത്താണ്. അവിടെ പോയിട്ട് മരിച്ചാൽ ആരെ വിളിച്ച? മലക്കുൽ മൗത്ത് അസ്രായിൽ വിളിച്ചു. അവിടെ പോയി റൂഹ് പോയി. മൂന്നാമതൊരു കൂട്ടരെ വിളിക്കും ശൈത്താൻ, പിശാച് വിളിക്കും. ഈ കൂട്ടർ ഇവിടുന്ന് പോകുമ്പോഴേ ട്രാവൽസുകാരുമായിട്ട് പ്രശ്നം, വണ്ടി കേഴുമ്പം പ്രശ്നം, ചാപ്പാട് കുറവെന്ന പ്രശ്നം, ആഹാരത്തിൽ എന്തെങ്കിലും ന്യൂനത വന്ന പ്രശ്നം, റൂമിൽ എന്തെങ്കിലും കിടക്കയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന പ്രശ്നം, മക്കയെന്നോ മദീനയെന്നോ ആദരിക്കപ്പെട്ട സ്ഥലമെന്നോ നോക്കാതെ അവിടെ പ്രശ്നത്തോടെ ബഹളമുണ്ടാക്കിയ ഈ ഹാജിയാര് തൊപ്പിയും താടിയും വെച്ച് ഈ നാട്ടുകാർക്ക് വന്നിട്ട് ഇവിടെ വരട്ടെ, 2 ലക്ഷം രൂപ കൊടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങളെ കൊണ്ട് അസീസിയായി കൊണ്ടിട്ടതാ, ഇങ്ങോട്ട് വരട്ടെ, അവന് ഞാൻ കൊടുക്കാമെന്ന് അവിടെ വെച്ച് കില പിടിച്ച് പ്രതിജ്ഞയെടുക്കും. അയാൾ ഇങ്ങ് വന്നിട്ട് ട്രാവൽസുകാരുമായി ദ്വന്ദ്വയുദ്ധമാണ്. ഇദ്ദേഹത്തിന്റെ പേരും ഹാജിയാണ്. ഓർത്തുകൊള്ളുക, ഇദ്ദേഹത്തെ കൊണ്ടുപോയത് ശൈത്താനാണ്. ശൈത്താൻ കൊണ്ടുവരെ പ്രശ്നം ഉണ്ടാകുള്ളൂ. അവിടം വരെ പോയി അങ്ങോട്ടും പ്രശ്നം, ഇങ്ങോട്ടും പ്രശ്നം, അവിടെയും പ്രശ്നം, ഇവിടെയും പ്രശ്നം. തിരിച്ചു വന്നാലും പ്രശ്നം. തിരിച്ചു വരുമ്പോൾ എല്ലാ അവസ്ഥകളും മാറ്റി പഴയ അവസ്ഥയിൽ പോയ ആരാത്? ശൈത്താൻ. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. മബ്റൂറായതെന്ന് പറഞ്ഞാൽ അതാ. അപ്പൊ മനസ്സിലായോ? അപ്പൊ മഖ്ബൂലും മബ്റൂറും മനസ്സിലായോ? ഇതാണ് സമ്പത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദുആ സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട സഹാബി നബി തങ്ങളോട് ചോദിച്ചു, അയ്യുൽ കസ്ബി അഫ്ളലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ശ്രേഷ്ഠമായ കച്ചവടം ഏതെന്നറിയിച്ചു തരുമോ നബിയേ? قال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, അമലുർ റജുലി ബിയദിഹി വകുല്ലു ബൈഇൻ മബ്റൂർ. ഹലാലായ പൈസ കൊണ്ട് സമ്പാദിക്കുന്ന സമ്പാദ്യവും ഒരു സഹോദരന്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്ന അധ്വാനവുമാണ് യഥാർത്ഥ കച്ചവടമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അപ്പൊ കൊള്ള പലിശ, ചുമ്മാ ലോട്ടറി എടുത്ത് കിട്ടുന്ന കാശ്, ആരാനെ പറ്റിച്ച് കിട്ടുന്ന പൈസ, ഇൻഷുറൻസിലൂടെ കിട്ടുന്ന കാശ്, 10,000 അടയ്ക്കുമ്പോൾ 10 ലക്ഷം കിട്ടുന്നു. എന്ത് ന്യായം? മോള് പ്രസവിക്കുമ്പോൾ ലേബർ റൂമിൽ വെച്ച് നോക്കും, പെണ്ണാന്നോ, ഇടാ ഇൻഷുറൻസ് വാ ഇങ്ങോട്ട്, എന്നാ എന്റെ മോടെ പേർക്ക് ഒരു 5,000 കിടക്കട്ടെ. 18ാമത്തെ വയസ്സാകുമ്പോൾ 5.5 ലക്ഷം 6 ലക്ഷം അതെടുത്ത് ഒരുത്തന്റെ തലമണ്ടയ്ക്ക് വെച്ചു കൊടുക്കും. എന്നാ എന്റെ മോക്ക് വേണ്ടി 6 ലക്ഷം. ഈ ഹറാമ് തിന്നതിന് ഇവന് കൂലി, മേടിച്ചതിനും കൂലി, ഈ കൊടുക്കുന്ന പാവം പിടിച്ച ഇവൻ വന്ന് ചെറുക്കം വന്ന് ഈ പെണ്ണിനെ കെട്ടിക്കൊണ്ടു പോകുന്നതിനും കൂലി, എല്ലാത്തിനും കൂലി. ഇടിയോടെ ഇടി, ഒരു സുഖവും കാണൂല ഇടിക്ക്. എങ്ങനെ ജായിസാവപ്പ 5,000 രൂപ കൊടുത്തിട്ട് 5 ലക്ഷം വാങ്ങാന്ന് പറഞ്ഞാല് എന്നെ പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് കുഴപ്പമൊന്നുമില്ല, ജായിസാണ്.
അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സമ്പാദ്യത്തിന് ഒരു ഹലാലായ ഒരു അതിന് ഇൻട്രസ്റ്റ് എന്ന് നാട്ടുകാർ പേര് വെച്ചാലും അത് ഇവർ കച്ചവടം ചെയ്യുക. കച്ചവടം ചെയ്തിട്ട് അതിൻ്റെ ഒരു വിഹിതം നമുക്കറിയാം. വിഹിതം ഈ കച്ചവടം ഇത് എവിടെയാ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ ഇൻഷുറൻസിൻ്റെ പൈസ കൊണ്ടുപോയി. ഞാൻ അങ്ങോട്ട് പറയുന്നില്ല, പോട്ടെ. ഇന്നലെ ആൾക്കാർ പറഞ്ഞ് റമദാൻ്റെ ഒന്നും പറഞ്ഞില്ല. റമദാനോ ഇതൊക്കെ പിന്നല്ല വേറെ എന്ത്? ചുമ്മാ പോയി നോമ്പ് കുടിച്ചിട്ട് കഞ്ഞിയും കുടിച്ചിട്ട് ഏമ്പക്കം വിട്ടിട്ട് വന്ന നോമ്പ് ശരിയാവും? ഈ റമദാൻ പറഞ്ഞാൽ എന്താ സംഭവം? എല്ലാവരും ഇരിക്കുന്നത് റമദാനും ചുമ്മാ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് റമദാന്റെ നോമ്പ് ശരിയാവാനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അള്ളാഹ് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പാവ ഉമ്മത്തിനത് മനസ്സിലാവുന്നില്ല. അള്ളാഹ് എനിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അമൽ ചെയ്യാനുള്ള വിഷയമായി പറയുന്നത്. ചുമ്മാ വാള് കേട്ടിട്ട് ചുമ്മാ കുറെ പാട്ടും പാട്ട് എഴുന്നേറ്റ് പോയത് എന്താ 2 ദിവസം ഒന്ന് പ്രസംഗിച്ചത്? എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ എന്താ അതിന്റെ അർത്ഥം? ഇന്നലെ പറഞ്ഞു കുടുംബ ബന്ധം ചേർക്കുന്നതിനെ കുറിച്ച് ആരെങ്കിലും ചേർത്ത ഒരാളെന്ന് കൈവെക്കും, ഒരു ദ്വാരക്കട്ടെ. ആരെങ്കിലും ഒരാൾ ചേർത്ത ഒരാൾ കൈവ പേടിയാക്കണ്ട. എന്താ? ആരെങ്കിലും ഒരാൾ സലാം പറഞ്ഞോ പോയി ആരോടെങ്കിലും സ്വർഗത്തിൽ പോകണം താല്പര്യം ഇല്ലായിരിക്കും അല്ലേ? ഇന്നലെ ഒരു സഹോദരൻ പറഞ്ഞു 50% എതിർത്ത് ഭിന്നിച്ചിരിക്കുകയാണെന്ന്. എങ്ങനെ സ്വർഗത്തിൽ പോകും? സലാം പറയണ്ടേ പോയി? ഒരു സലാമെങ്കിലും ചൊല്ലി നിങ്ങളുടെ കുടുംബ ബന്ധത്തെ നിലനിർത്തണമേ എന്ന് നബി തങ്ങൾ പറഞ്ഞെങ്കിൽ നിങ്ങൾ പൈസ ഒന്നും കൊടുത്തില്ല കുഴപ്പമില്ല, ഒരു സലാമെങ്കിലും പറ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കേട്ടോ? അപ്പൊ കുടുംബം എന്താ ആരെയും മുറിച്ചിട്ടില്ല എന്നർത്ഥം ഇല്ലേ? കുടുംബം എന്താ മുറിക്കാത്തൊരു കൈയൊന്ന് പൊക്കെന്ന് പറഞ്ഞാൽ പൊക്കോ? എന്തിനാവസ്ഥ അത് ഈ പരീക്ഷണം ഞങ്ങളോട് നടത്തുന്നത്? നന്നാവാൻ വേണ്ടിട്ട്, രക്ഷപ്പെടാൻ വേണ്ടിട്ടല്ലേ ഈ ചോദിക്കുന്നത്, അല്ല മറ്റൊന്നും അല്ലല്ലോ. ഇങ്ങനെയൊക്കെ ഒന്ന് പറയുമ്പോൾ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. വയസ്സായി മരിക്കാറായി ഇനിയെങ്കിലും സംസാരിക്കാതെ മിണ്ടാതെ കഴിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ? ഇത് ഒരു ഹദീസ് ഞാൻ ഓർമ്മ വരുന്നത്. പക്ഷെ ചിലർക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അതായത് നമ്മൾ അങ്ങോട്ട് പോയി സലാം പറഞ്ഞാലേ അവന്റെ പ്രതികരണം എന്തായിരിക്കും, അങ്ങനെ ഒരു ചെറിയ ഒരു കോംപ്ലക്സ് ഉള്ളവരുണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് സലാം പറഞ്ഞ് ആഗ്രഹിച്ച്, പക്ഷെ അങ്ങോട്ട് പോയ അവന്റെ പ്രതികരണം എന്തായിരിക്കും? നമ്മൾ അങ്ങോട്ട് സലാം പറയാൻ പോകുമ്പോൾ അവന്റെ കയ്യിൽ വല്ല ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ. ചിലപ്പോ എന്തെങ്കിലും ഒരെണ്ണിട്ട് വീക്കിയാലോ. അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ജാഅ റജുലുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സഹാബി നബി തങ്ങളുടെ സവിധത്തിൽ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലി ദബി അർഹാം, എനിക്ക് കുറെ സ്വന്തക്കാരുണ്ട് നബിയേ, കുറെ ബന്ധുജനങ്ങളുണ്ട് നബിയേ, അസിലു, ഞാൻ അവരുമായി ചേർന്ന് താമസിക്കുന്നു നബിയേ, അവർ എന്നെ മുറിച്ചു മാറ്റുന്നു യാ റസൂലല്ലാഹ്, അവർ ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ മാപ്പാക്കി കൊടുക്കുന്നു നബിയേ, അവരെന്നോട് അക്രമം കാണിക്കുന്നു യാ റസൂലല്ലാഹ്, ഞാൻ അവരോട് ഉപകാരം ചെയ്ത് അടുക്കുന്നു നബിയേ, അവരെന്നോട് അതിക്രമം പ്രവർത്തിക്കുന്നു, എന്നോട് അപമര്യാദയായി പെരുമാറുന്നു നബിയേ, അതുകൊണ്ട് ഞാനും അവരുമായി പരിപൂർണമായി ബന്ധം വിച്ഛേദിച്ച് ജീവിക്കട്ടെ യാ റസൂലല്ലാഹ്. നമ്മുടെ സംശയം, ഞാൻ അങ്ങോട്ട് പോയി നോക്കുന്നു, ഞാൻ സലാം പറയുന്നു, ഞാൻ പോയി ബന്ധപ്പെടാൻ നോക്കുന്നു, പക്ഷെ ഇവർക്കത് ഇഷ്ടമല്ല. ഇവരിതെല്ലാം എന്നെ കാണുമ്പോൾ മുതുകു തിരിഞ്ഞു പോകുന്നു, ഇവരുടെ മുഖത്ത് എന്നൊക്കെ കയർത്ത് സംസാരിക്കുന്നു, എന്നോട് ദേഷ്യ സ്വഭാവത്തോട് സംസാരിക്കുന്നു, അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ പ്രവർത്തിക്കട്ടെ നബിയെ, അവരുമായിട്ട് ഞാനും അങ്ങനെ പ്രവർത്തിക്കട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, നീ അങ്ങനെ പ്രവർത്തിക്കരുത്, അവരങ്ങനെ ചെയ്തോട്ടെ, നീ അതങ്ങോട്ട് വിട്ടുകള, നീ അതൊട്ട് വലിയ കാര്യാക്കണ്ട. അവരോട് നല്ല നിലയിൽ പ്രവർത്തിക്കണം, അവരോട് ഔദാര്യത കാണിക്കണം, അവരോട് മാന്യത കാണിക്കണം. അങ്ങനെ നീ കാണിച്ചാൽ നീ അങ്ങോട്ട് പോയി നിന്റെ കുടുംബ ബന്ധത്തോട് ചേർന്ന് സഹവസിക്കുന്നിടത്തോളം കാലം അല്ലാഹു തആല നിനക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിനക്ക്
അള്ളാഹ് സഹായം ചെയ്യും. അതാണോ നിനക്ക് വേണ്ടത്? അതല്ല നരകമാണോ വേണ്ടത്? അത് നിങ്ങൾ തെരഞ്ഞെടുത്തോളൂ. ഇനി നിങ്ങൾ സലാം പറഞ്ഞാലും കൊള്ളാം, ഇല്ലേലും കൊള്ളാം. പറയേണ്ട ബാധ്യത എനിക്കുള്ളതാണ്, ചെയ്യേണ്ട ബാധ്യത നിങ്ങൾക്കുള്ളതാണ്. അതല്ലാതെ ഒരു ഉസ്താദിൽ പെണ്ണ് കെട്ടിക്കുന്ന പോലെ രണ്ടുപേരുടെയും കൈക്ക് പിടിച്ചു സൗവിജു കാൻകത്തുക്കാൻ ഇനി പറയാൻ പറ്റുമോ? വേണമെങ്കിൽ പോയി ചൊല്ല്, സ്വർഗത്തിൽ പോകണമെങ്കിൽ. എന്റെ വിഷയത്തിലേക്ക് വാ. എല്ലാം നമ്മുടെ വിഷയം തന്നെയാണ്. ഇങ്ങനെ തക്കുവായിൽ കിടക്കുന്നേ ഉള്ളൂ. നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ തീർക്കട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ എന്ത് കസ്ബ്, എന്ത് കച്ചവടമാണ് നല്ലത്? അമലുർ റജുലി ബിയദിഹി, അവന്റെ കൈകൊണ്ട് ചെയ്യുന്ന ജോലി. വകുല്ലു ബൈഇൻ മബ്റൂർ, എല്ലാ ഹലാലായ കച്ചവടം. അപ്പോ ലോൺ എടുത്തിട്ട് കച്ചവടം ചെയ്യരുത് നടത്തും. അപ്പൊ അതിനകത്ത് എന്ത് പറ്റിപ്പോയി? മബ്റൂർ അല്ല, പലിശയായി പോയില്ലേ? 10,000 രൂപയ്ക്ക് നമ്മൾ ലോൺ എടുത്തിട്ട് കച്ചവടം ചെയ്യുമ്പോൾ അടയ്ക്കുമ്പോൾ അത് കൂടുതൽ അടയ്ക്കണ്ടേ? അപ്പൊ അത് പലിശയായി പോയില്ലേ? പലിശയായി പോലെ. നബി തങ്ങൾ പറയുകയാ, ഫൈനർ റജുലൽ മുഅ്മിന ലയഖ്തരിഫുൽ ലുഖ്മത മിനൽ ഹറാമി ഇലാ ഫീഹി ലാ യുസ്തജാബു ലഹു ദഅവത്തുൻ 40 യൗമാ. ഒരു മുഅ്മിനായ സഹോദരൻ ഹറാമ് കലർന്ന സമ്പാദ്യം അവന്റെ വായിലേക്ക് ഉയർത്തി അവൻ ഭക്ഷിച്ചാൽ ഫലാ യുസ്തജാബു ലഹു ദഅവത്തുൻ 40 യൗമാ, 40 ദിവസത്തോളം അവന്റെ ദുആക്കളോ അവന്റെ ആരാധനാ കർമ്മങ്ങളോ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അങ്ങനെ ദുആ ചെയ്താൽ സ്വീകരിക്കും? പിന്നെ അങ്ങനെ എന്നിട്ട് അള്ളാഹെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അള്ളാഹെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ദുആ ചെയ്ത ആ ദുആ സ്വീകരിക്കാത്തതിന്റെ കാരണം ഇതാണ്. പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഹറാം. ഹറാം. മത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം ഫഅന്നാ യുസ്തജാബു ലഹു. ഒരു പാവപ്പെട്ട ഒരുവൻ അഴുക്ക് പിടിച്ച വസ്ത്രവും അഴുക്ക് പിടിച്ച ശരീരവുമായി മുടിപടലങ്ങളെല്ലാം വികൃത കോലത്തോട് അള്ളാഹുവിനോട് വിളിച്ചു പറയുന്നു, യാ റബ്ബ് യാ റബ്ബ്, ഓ രക്ഷിതാവേ ഓ രക്ഷിതാവേ എന്ന് വിളിച്ചു പറയുമ്പോ ഈ അടിമയെ നോക്കിയിട്ട് അള്ളാഹു പറയുകയാ, ഏ അടിമേ, നീ കഴിച്ച ഭക്ഷണം ഹറാമാ, നിന്റെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം ഹറാമാ, നീ കുടിച്ച വെള്ളം ഹറാമാ, നീ പിന്നെ എന്റെ ദർബാറിലേക്ക് നോക്കിയിട്ട് യാ റബ്ബ് യാ റബ്ബ് എന്ന് വിളിച്ചാൽ ഫഅന്നാ യുസ്തജാബു ലക, നിനക്ക് എങ്ങനെയാണ് ഞാൻ മറുപടി നൽകുക? അതാണ് ദുആ ചെയ്തിട്ട് മറുപടി കിട്ടാത്തത്. അതല്ലാതെ ദുആ ഇരുന്ന അല്ലാഹു സ്വീകരിക്കാതിരിക്കൂല. മൻ ഫുതിഹ ലഹു ബാബുദ് ദുആഇ മിൻകും ഫുതിഹത് ലഹു അബ്വാബുൽ ഇജാബ കമാ ഖാല റസൂലുള്ളാഹി. ആരെങ്കിലും ദുആയുടെ വാതിൽ തുറന്നാൽ അല്ലാഹു ഇജാബത്തിന്റെ ഉത്തരത്തിന്റെ വാതിൽ അവന് വേണ്ടി തുറന്നു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുആയുടെ വാതിൽ തുറന്നാൽ അല്ലാഹു ഇജാബത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും. ദുആ ഇരുന്നാൽ സ്വീകരിക്കും. പക്ഷെ സ്വീകരിക്കാതെ വന്നാൽ മനസ്സിലാക്കിക്കൊള്ളണം, എന്തോ അകത്ത് കട്ട് കിടപ്പുണ്ട്. കട്ട്, കോഴി ഇറച്ചി, കോഴിയെ കണ്ടിക്കുമ്പോൾ ഒരു കട്ടെന്ന് പറയില്ല, ഒരു കറുത്തൊരു സാധനം, അത് കയ്പുള്ള സാധനം, അതെടുത്ത് കളഞ്ഞ് നമ്മൾ എങ്ങനെയാണ് കോഴി ഇറച്ചി ശുദ്ധീകരിച്ചെടുക്കുന്നത് അതേപോലെ എന്തോ അകത്ത് കിടപ്പുണ്ട്, അതുകൊണ്ട് ദുആ സ്വീകരിക്കാത്തത്. നബി തങ്ങൾ പറഞ്ഞു, ലാ തഅജിസു ഫി ദുആഇ മിൻകും, നിങ്ങളിൽപ്പെട്ട ആരും ദുആയിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടരുത്. ഫഇന്നഹു ലയഹ്ലിക അഹദുൻ മഅ ദുആ. ദുആ ചെയ്ത് ആരും നശിച്ച ചരിത്രമില്ല, ദുആ ചെയ്ത് സ്വീകരിക്കപ്പെടാത്ത സംഭവമില്ല. അതുകൊണ്ട് ദുആ ചെയ്തോ, ദുആയിൽ നിന്ന് നിരാശരാകരുത്. ഇത്രയൊക്കെ നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചതിനെ മനസ്സിലാക്കണം. നമ്മൾ ഈ ചെയ്തിട്ട് സ്വീകരിക്കാത്തതിന്റെ കാരണം എന്താ? എന്തോ നമ്മുടെ പ്രശ്നമാണ്. അതിന് അള്ളാഹും റസൂലും കുറ്റം പറയരുത്. അതുകൊണ്ട് ഇനിയെങ്കിലും കുറച്ച് മാറ്റി ഒരു നിയത്തെട്, അള്ളാഹു ഇനി പലിശയുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളൊക്കെ ഞാൻ തീർത്തേക്കാം, പണയം വെക്കുന്ന പരിപാടി നിർത്തിയിട്ട് ഞാനങ്ങ് വിറ്റേക്കാം, വിറ്റിട്ട് പുതിയ വാങ്ങിച്ചൂടെ? ഇതിപ്പോ 2000 രൂപ കൊണ്ട് അടച്ചിട്ട് 6000 രൂപയ്ക്ക് തിരിച്ചെടുക്കുന്നത്, ആ സമയം കൊണ്ട് പുതിയൊരു സ്വർണ്ണം വാങ്ങിക്കൂടെ? ചിന്തിക്കാത്ത കൊണ്ടാണ് ഈ പ്രശ്നം. ഈ പറയുന്ന പോലെ LIC പരിപാടികളൊക്കെ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കിയേക്കാം എന്ന് നിയത്ത് ചെയ്യാൻ തയ്യാറുണ്ടോ? ഇൻഷാ അല്ലാഹ് പറ. ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നവുമില്ല, നമുക്കൊരു പ്രശ്നവുമില്ല. പറയേണ്ടത് പറയാം. നമ്മൾ നമ്മുടെ ഭാഗം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ആഖിറത്തിൽ ചെല്ലുമ്പോൾ കെട്ടിയോനും കാണൂല, കെട്ടിയോളും കാണൂല, അയൽവക്കക്കാരനും കാണൂല, ഇൻഷുറൻസ് കമ്പനിക്കാരനും കാണൂല, നാട്ടുകാരനും കാണൂല, വീട്ടുകാരനും കാണൂല, ഉസ്താദും കാണൂല, മോദീനും കാണൂല, മൊല്ലക്കായും കാണൂല, കാക്കായും കാണൂല, ആരും കാണൂല. ولا يزر وازرة وزر أخرى
ഒരാളുടെ ചുമട് മറ്റൊരാൾ എടുക്കുകയില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن. തന്റെ മക്കളിൽ നിന്ന് മാതാപിതാക്കൾ ഓടുന്ന ദിവസം, തന്റെ സഹോദരനിൽ നിന്ന് സഹോദരി ഓടുന്ന ദിവസം, അയൽവക്കക്കാരിൽ നിന്ന് അയൽവക്കക്കാരൻ ഓടുന്ന ദിവസം, സുഹൃത്തുക്കളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും സഹപാഠികരിൽ നിന്നും അവരെല്ലാം നെട്ടോട്ടം ഓടുന്ന ദിവസം. ഓരോരുത്തർക്കും അവരുടേതായ കാര്യം മാത്രമാണ്. മറ്റൊരാളുടെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാനോ അവരുടെ പാപഭാരങ്ങൾ ഏറ്റെടുക്കാനോ ആരെ കൊണ്ടും നാളെ ആഖിറത്തിൽ കഴിയില്ല. يسأل حميم حميما يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض يومئذ كلا ദുനിയാവിൽ വെച്ച് എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന സഹോദരങ്ങൾ, കൂട്ടുനിന്നുകൊണ്ട് എല്ലാ മോശമായ പ്രവർത്തനത്തിനും സംഭവത്തിനും സാക്ഷ്യം വഹിച്ച സഹോദരങ്ങളെ നാളെ അല്ലാഹു ആഖിറത്തിൽ ഒരുമിച്ച് കൂട്ടും. ഈ ദുനിയാവിൽ വെള്ളമടിക്കാൻ പ്രേരിപ്പിച്ചവർ, സിനിമ കാണാൻ പ്രേരിപ്പിച്ചവർ, വ്യഭിചരിക്കാൻ പ്രേരിപ്പിച്ചവർ, പലിശ വാങ്ങാൻ പ്രേരിപ്പിച്ചവർ, ചീട്ട് കളിക്കാൻ പ്രേരിപ്പിച്ചവർ, പണയം വെക്കാൻ പ്രേരിപ്പിച്ചവർ, അതുമായി ബന്ധപ്പെട്ട സകലമാന വൃത്തിഹീനമായ നടപടികൾക്കും പ്രേരിപ്പിച്ചവർ, ഇവരെ എല്ലാവരെയും നാളെ ആഖിറത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് സ്വർഗത്തിൽ കടക്കാൻ കടമ്പോൾ അടുത്തു നിൽക്കുമ്പോ അല്ലാഹു തആല അവനോട് പറയും അത്രേ, ഇതാ നിന്റെ കൂട്ടുകാരൻ, ഇവനാണല്ലോ നിന്നെ വഴിതെറ്റിച്ചത്. യുബസ്സറൂനഹും ഇവനെ അല്ലാഹു കാണിച്ചു കൊടുക്കും. ഇതാ നിന്നെ വഴിതെറ്റിച്ചവൻ. നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ അതിന് തടസ്സം നിന്നവൻ. മദ്യപിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അല്പം സ്കോച്ച് നിലക്കും വാങ്ങിത്തന്ന് നിന്നെയും മദ്യപിക്കുന്നതിന് കൂട്ടിയിണക്കിയവൻ. പലിശ വാങ്ങരുത് എന്ന് പറഞ്ഞപ്പോൾ അത്യാവശ്യത്തിന് പലിശ വാങ്ങുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞവൻ. ബാങ്കിൽ ലക്ഷക്കണക്കിന് പൈസ നിക്ഷേപിക്കുമ്പോ അവിടുന്ന് കിട്ടുന്ന പലിശ നിങ്ങൾ എഴുതി തള്ളനെ വാങ്ങരുത് എന്ന് പറയുമ്പോ അത് ഇൻട്രസ്റ്റ് അല്ല, അത് കച്ചവടം ചെയ്ത ലാഭവിഹിതമാണെന്ന് പറഞ്ഞ് ന്യായം പറഞ്ഞുകൊണ്ട് ഹറാമ് സമ്പാദിക്കാൻ കൂട്ടുനിന്ന കൂട്ടുകാരനാണിവൻ. യുബസ്സറൂനഹും അല്ലാഹു ഇവനെ കാണിച്ചു കൊടുക്കുമ്പോൾ വലാ യസ്അലു ഹമീമുൻ ഹമീമാ, ഒരു കൂട്ടുകാരനെ എനിക്ക് കാണണ്ട റബ്ബേ, എനിക്ക് കാണണ്ട റബ്ബേ, എനിക്കിവരെ കാണണ്ട റബ്ബേ എന്ന നാളെ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ ശടിച്ചു പറയും അത്രേ. ശേഷം ഇവൻ അവിടെ ആവലാതിപ്പെട്ട് വേവലാതിപ്പെട്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടി റബ്ബിനോട് പറയും, യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനി. അല്ലാഹുവേ, എന്റെ പൊന്നു മോനെ, നിനക്ക് വേണമെങ്കിൽ ഞാൻ പണയം തരാം, നിനക്ക് വേണമെങ്കിൽ ബലി നൽകാം, എന്നെ ഈ നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. യവദ്ദുൽ മുജ്രിമു, ഓരോ പാവിയും അക്രമിയും അവൻ ആഗ്രഹിക്കും, ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനി, തന്റെ വാത്സല്യ മിത്രങ്ങളെ പുത്രങ്ങളെ അല്ലാഹുവേ നിനക്ക് നൽകിക്കൊണ്ട് ഈ നരക കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നിനക്ക് വേണ്ടി എന്ത് സമർപ്പണവും ചെയ്യാമെന്ന് കുറ്റവാളികൾ ആഗ്രഹിക്കുമത്രേ. വസാഹിബതിഹി, തന്റെ ഭാര്യയെ വേണമെങ്കിൽ തരാം. വഫസീലതിഹി അല്ലതി തൂവി, തനിക്ക് അഭയം നൽകിയ മാതാവിനെ വേണമെങ്കിൽ തരാം, തനിക്ക് അഭയം നൽകിയ പിതാവിനെ വേണമെങ്കിൽ തരാം. വമൻ ഫിൽ അർളി യൗമഇദിൻ സുമ്മ യൻജി. അല്ലാഹ്, ഈ ദുനിയാവിൽ താമസിച്ച മാനവരാശികളെ മുഴുവനും നിന്റെ മുന്നിൽ ഞാൻ സമർപ്പിക്കാം. സുമ്മ യുൻജി, ഈ നരക കൊണ്ടാരത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ നാഥാ, എന്നെ ഒന്ന് സംരക്ഷിക്കുമോ നാഥാ, എനിക്കൊരഭയം നൽകുമോ നാഥാ എന്ന് നാളെ അല്ലാഹുവിന്റെ കോടതിയുടെ മുന്നിൽ നിലവിളി വിളിച്ചുകൊണ്ട് ഇവൻ ആക്ഷേപിച്ച് ഇവൻ ആവലാതിപ്പെട്ട് റബ്ബിന്റെ മുന്നിൽ പറയുമ്പോ അല്ലാഹുവിന്റെ മറുപടി കല്ലാ. ദുനിയാവിൽ എത്രയോ വാൾ നീക്കി
കേട്ടില്ലേ? എത്രയോ പ്രഭാഷണത്തിന് സാക്ഷ്യം വഹിച്ചില്ലേ? എത്രയോ ഉസ്താദുമാരുടെ മജ്‌ലിസിൽ പോയിരുന്നില്ലേ? എത്രയോ കാസറ്റ് നിങ്ങൾ കേട്ടില്ലേ? എന്നിട്ട് ദുനിയാവിലെ നൈമിഷികമായ ജീവിതത്തിന്റെ രസാനുഭൂതികൾക്ക് വേണ്ടി ഈ ഹറാമ് മുഴുവനും സമ്പാദിച്ചു കൂട്ടിയില്ലേ? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീ മൻ തദക്കറ വജാഅകുമുൻ നദീർ. എത്രയെത്ര പ്രഭാഷകരും എത്രയെത്ര ദൂതന്മാരും നിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് അള്ളാഹുവിന്റെ അജയ്യതയെ കുറിച്ച് വിളിച്ചോതിയില്ലേ? ആഖിറത്തിന്റെ വിശാലതയെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ? നരക ഗുണ്ടാരത്തിന്റെ ശിക്ഷയെ കുറിച്ച് താക്കീത് നൽകിയില്ലേ? ഖാലൂ ബലാ ഖദ് ജാനാ നദീർ. അതേ റബ്ബേ, അതേ റബ്ബേ, സത്യമാണ് റബ്ബേ, വന്നിരുന്നു അല്ലാഹുവേ. ധാരാളം പ്രഭാഷകരുടെ പ്രഭാഷണം കേട്ടവരാണ് റബ്ബേ. ധാരാളം ഖുർആനിന്റെ സദസ്സിൽ പങ്കാളികളായവരാണ് റബ്ബേ. ധാരാളം കാസറ്റുകൾ കേട്ടവരാണ് റബ്ബേ. പ്രവാചകന്മാര് വന്ന ഓരോ വാക്കുകളും ഞങ്ങൾ പെറുക്കിയെടുത്തവരാണ് റബ്ബേ. അതെല്ലാം സത്യമാണ് അല്ലാ. പക്ഷേ നിന്നോട് ഞങ്ങൾ അഭയം തേടുന്നു, നിന്നോട് ഞങ്ങൾ ഒരു അപേക്ഷ സമർപ്പിക്കുന്നു. റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ. അല്ലാഹുവേ, ഒരല്പ ജീവിതം കൂടി ഞങ്ങൾക്ക് നീ നൽകിയിട്ട് ഞങ്ങളെ നീ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചയക്കണമേ. ഞങ്ങൾ ഇനി മേലിൽ ഹറാമിന്റെ ഒരു വാക്കും ഹറാമിന്റെ ഒരു പ്രവൃത്തിക്കും കൂട്ടുനിൽക്കുകയോ സമ്പാദിക്കുകയോ ചെയ്യില്ല അല്ലാ എന്ന് ഫഇന്നാ മൂഖിനൂൻ ഉറപ്പ് നൽകുന്നു അല്ലാ, ഉറപ്പ് നൽകുന്നു അല്ലാ. റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ ഈ പറയുന്ന ഞാനും നീ കേൾക്കുന്ന നിങ്ങൾ അള്ളാഹുവിന്റെ വിധി ന്യായങ്ങളെ തിരസ്കരിച്ചും നിഷേധിച്ചും ജീവിക്കുകയാണെങ്കിൽ പടച്ച തമ്പുരാന്റെ കോടതിയുടെ മുന്നിൽ പോയി ആവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. അങ്ങനെ ആവലാതിപ്പെടുമ്പോ അള്ളാന്റെ മറുപടിയാ കല്ലാ ഇന്നഹാ ലളാ നസ്സാഅതൻ ലിശ്ശവാ തദ്ഉ മൻ അദ്ബറ വതവല്ലാ. ഇല്ലടാ, ഇല്ലടാ, നിനക്ക് മാപ്പില്ലടാ, മാപ്പില്ലടാ. ദുനിയാവിൽ 100 വയസ്സ് നിനക്ക് ഞാൻ നൽകിയില്ലേ? 60 വയസ്സ് നിനക്ക് ഞാൻ നൽകിയില്ലേ? 30 വയസ്സ് നിനക്ക് ഞാൻ നൽകിയില്ലേ? ദുനിയാവിൽ ജീവിക്കാനുള്ള സൗകര്യം നിനക്ക് ഞാൻ നൽകിയില്ലേ? ആ സന്ദർഭത്തിൽ ചിന്തിക്കാൻ നിനക്ക് കഴിയുമായിരുന്നു, ഓർക്കാൻ നിനക്ക് കഴിയുമായിരുന്നു, പ്രവർത്തിക്കാൻ നിനക്ക് കഴിയുമായിരുന്നു. ദുനിയാവിന്റെ ലഹരിയിൽ നീ മൂടിപ്പോയില്ലേ? അതിൽ നീ വ്യാപൃതനായില്ലേ? ഇപ്പോൾ നീ ഖേദിച്ചിട്ട് കാര്യമില്ല. ആ കത്തിക്കാണുന്ന നരകമാണ് നിന്റെ സങ്കേതം, അതാണ് നിന്റെ വാസസ്ഥലം. നസ്സാഅതൻ ലിശ്ശവാ. ശരീരത്തിന്റെ രോമകൂമങ്ങളെ കത്തിച്ചു ഉരുക്കിക്കളയുന്ന ആ കൊടും ക്രൂരത കിട്ടുന്ന ആ സങ്കേതമാണ് നിനക്കുള്ളത്. തദോ, ആ നരകം വിളിക്കുന്നു മന്നത് പർവ്വതമല്ല. എത്ര വാല് കേട്ടിട്ടും എത്ര പ്രഭാഷണം കേട്ടിട്ടും എത്ര ദൂതന്മാര് വന്നിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടും അത് സ്വീകരിക്കാതെ പിന്തിരിഞ്ഞു പോയില്ലേ? പിന്തിരിഞ്ഞു പോയില്ലേ? നമസ്കാരം നടക്കുമ്പോ കൂസലില്ലാതെ വീടിന്റെ ഉമ്മറപ്പടിയിലിരുന്ന് സംസാരിക്കൂലേ? നമസ്കാരത്തിന്റെ സമയമാകുമ്പോ ബാങ്ക് വിളിക്കുമ്പോ TV കണ്ട് രസിക്കൂലേ? പരിശുദ്ധമായ ജുമാഅ ദിവസത്തിന് റിലീസ് പടങ്ങൾ കാണാൻ തള്ളിക്കയറൂലേ? അള്ളാഹുവിന്റെ വീട്ടിൽ വന്ന് വരിവരിയായി നിൽക്കുന്നതിന് നാണം കെട്ട മനുഷ്യൻ ബിവറേജസ് കോർപ്പറേഷനിൽ പോയി ക്യൂ നിന്നില്ലേ? അതുകൊണ്ട് നിനക്കുള്ള സങ്കേതമാണ് ഈ ലളാ എന്ന സങ്കേതം. വിടില്ല, വിടില്ല. നസ്സാഅതൻ ലിശ്ശവാ. നിന്നെ കരിച്ചു കളയും, നിന്നെ കരിച്ച് ചാമ്പലാക്കി കളയും. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. ശരീരമാസകലം കരിച്ചു ചാമ്പലാക്കി നിന്റെ ശരീരത്തെ ആവരണം ചെയ്തിരിക്കുന്ന എല്ലാ തുകലുകളും കത്തിച്ചാമ്പലാകുമ്പോ ബദ്ദൽനാഹും ജുലൂദാ. നാം വീണ്ടും നിനക്ക് പുതിയ തുകൽ നൽകുകയാ. ഗൈറഹാ, പഴയ തുകലിനേക്കാൾ ലിയദൂഖുൽ അദാബ്. നിരന്തരം നീ ശിക്ഷ രുചിച്ചുകൊണ്ടിരിക്കണം, അനുഭവിച്ചുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി നിനക്ക് ഞാൻ നിന്റെ ശരീരത്തിലെ പഴയ തോലുകളെല്ലാം കത്തിച്ചാമ്പലാകുമ്പോൾ വീണ്ടും ഞാൻ പുതിയ തോല് നൽകി നരക കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമത്രേ. അലൈഹാ
19 മലക്കുകളെ നിന്റെ മേൽ ഞാൻ ആധിപത്യം ചെലുത്തുന്നതിന് പറഞ്ഞേക്കും. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ. അല്ലാഹു പറയുന്നത് പോലെ ആ മാലാഖമാരെ സ്വീകരിക്കുമത്രേ. നീ എത്രത്തോളം നിലവിളിച്ചാലും എത്രത്തോളം നരകത്തിൽ നിന്ന് കുതറി മാറാൻ ശ്രമിച്ചാലും അവർ നിന്നെ വെറുതെ വിടുകയില്ല. അവർ നിന്നെ വെറുതെ വിടുകയില്ല. അവർ നിന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. ആ പീഡനത്തിന് നീ ഇരയായിക്കൊണ്ടിരിക്കണം. അതൊന്ന് ലഘൂകരിക്കുന്നതിന് വേണ്ടി റബ്ബിനോട് നീ യാചിക്കും. ثم لا يذوق ثم لا يموت فيها ولا يحيا لا يقضى عليهم فيموتوا ولا يخفف عنهم من عذابها. നീ നിലവിളിച്ച് പടച്ച തമ്പുരാനോട് പൊട്ടിക്കരയുമ്പോ, ദുനിയാവിൽ വെച്ച് കരയുമ്പോ നിന്നെ സഹായിക്കാൻ 100 പേര് വരുമെങ്കിൽ ആ നരക കുണ്ടാരത്തിൽ ഒറ്റയ്ക്ക് കിടന്ന് നിലവിളിക്കുമ്പോ ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു. അല്ലാഹുവേ, നീ ഒന്ന് മരിപ്പിച്ചു കളയണമേ റബ്ബേ, മരിപ്പിച്ചു കളയണമേ റബ്ബേ എന്ന് റബ്ബിനോട് നീ പറയുമ്പോ അല്ലാഹുവിന്റെ തീരുമാനമാണ് ലാ യമൂതു. മരിക്കണ്ട, മരിക്കണ്ട, നരകത്തിൽ മരണമില്ല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ. നിനക്കുള്ള ശിക്ഷയിൽ നിന്ന് ഒരു ഇളവ് പോലും അല്ലാഹു ചെയ്യുകയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒരു രക്ഷയിൽ അവിടെ പോയി കിടന്ന് പൊട്ടിക്കരഞ്ഞിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല. ഇവിടെ വെച്ച് മാറാനുള്ള അവസരമാണിത്. ഇവിടെ വെച്ച് മാറാനുള്ള അവസരമാണിത്. ഇപ്പോൾ നമ്മൾ മാറി തൗബ ചെയ്ത് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ സമർപ്പിക്കാൻ തയ്യാറായാൽ 100 വട്ടം അള്ളാഹു സ്വീകരിക്കും. 100 വട്ടം അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു മാപ്പ് ചെയ്തു തരും. നമ്മൾ തൗബ ചെയ്ത് പഠിച്ചവന്റെ വിവരമില്ലായ്മയുടെ പേരിൽ ഞാൻ ലോൺ എടുത്തു, വിവരമില്ലായ്മയുടെ പേരിൽ സിസിക്ക് വണ്ടി എടുത്തു, വിവരമില്ലായ്മയുടെ പേരിൽ ഞാൻ ഹറാമായ വഴികളുമായി ബന്ധപ്പെട്ടു. യാ അല്ലാഹ്, ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു, ഇനി മേലില്ല റബ്ബേ, ഇനി മേലില്ല അല്ലാഹ്. ഇന്ന് നമ്മൾ പ്രതിജ്ഞ എടുത്താൽ ഈ പരിശുദ്ധമായ ശഅബാനിന്റെ ഈ രാവിൽ റമളാനിനെ വരവേൽക്കുന്നതിന് മുന്നോടിയായി നമ്മുടെ ഈ മാലിന്യങ്ങളെല്ലാം കഴുകിക്കളയാൻ നമ്മൾ തയ്യാറാകാൻ നമ്മൾ നിയ്യത്തെടുത്താൽ റബ്ബ് നമ്മുടെ ഭാവി ജീവിതം ഹൈറിലേക്കും ഹലാലിലേക്കും കൊണ്ടെത്തിക്കും. അല്ലെങ്കിൽ നരകത്തിൽ പോയി അള്ളാന്റെ മുന്നിൽ പോയി ഓശാനിച്ച് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും തൗബ ചെയ്തോ. ഇൻഷാ അല്ലാഹ് തൗബ ചെയ്യൂലേ? ഇതിൽ നമുക്ക് മാറണം. കുറേശ്ശെ ഉള്ള വരുമാനം മതിയെന്ന്, ഉള്ളത് മതി. എന്തിനായി വാരിക്കും? ഇന്നലെ പറഞ്ഞു കേട്ടില്ല, ഇന്നലെ നമ്മളതൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അല്ലാഹയെ പേടിച്ചാൽ നിന്റെ വഴി അല്ലാഹ് എളുപ്പമാക്കി തരും. എല്ലാ കാര്യങ്ങളും അല്ലാഹ് എളുപ്പമാക്കി തരും. നിസ്സാരം, ഈസിയാക്കി അല്ലാഹ് തരും. അല്ലാഹയെ പേടിച്ചാൽ, അല്ലാഹയെ പേടിച്ചാൽ ഈസിയാക്കി തരും. എല്ലാത്തിനും പരിഹാരം. മിൻ അംരിഹി യുസ്റ. ഇനിയും അല്ലാഹുവിനെ പേടിച്ച് തഖ്വ ഉള്ളവരായി മാറിയാൽ അല്ലാഹു നമ്മുടെ കൂട്ടത്തിലുണ്ടാകും.